കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ വേണു ആകപ്പാടെ ചമ്മി നാണം കെട്ട് വീട്ടിലേക്ക് കയറി വരുവാണ്. ഈ സമയം രേവതി അങ്ങോട്ട് ഓടിച്ചെന്നു. രേവതി എന്നിട്ട് ചോദിച്ചു, എന്തായി വേണുവേട്ടാ, അവളെ കണ്ടോ, ആ മുട്ടേച്ചിനെ കണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടോണ്ടാണ് അനാമി അങ്ങോട്ട് വരുന്നത്. വേണു പറഞ്ഞു, അവളവിടെ ഉണ്ടായിരുന്നു പറയാം. എന്നിട്ട് എന്തായി കാര്യങ്ങള്? വേണുവേണ്ട അവളുടെ കവള് തീർത്ത് രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടിക്കാൻ വരാനും ചോദിക്കാം. ഇത് കേട്ടതും വേണു പറഞ്ഞു, പിന്നെ നമ്മള് പൊട്ടിക്കാൻ പറഞ്ഞ ഉടനെ പൊട്ടിക്കാൻ പറ്റുന്ന കാര്യമാണോ? അവളെ കുറിച്ച് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ രേവതി? അവളെ എങ്ങാനും തൊട്ട് നോക്കി അറിയാം ബാക്കി വിവരം. 3-4 ജാണങ്ങളൊക്കെ ഒറ്റയടിക്ക് അവള് നിലംപരിച്ചാക്കുന്ന. അപ്പൊ അവളുടെ അടുത്ത് എനിക്ക് മുട്ടി നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഇത് കേട്ടതും അനാമ ചോദിച്ചു, അപ്പ അച്ഛൻ അവളെ ഒന്നും ചെയ്തില്ലെന്ന് ചോദിക്കാം. ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ഭീഷണി കേട്ട് കഴിഞ്ഞപ്പോ തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. ഇനി എന്തായാലും അച്ഛനും മക്കളും തല പൊക്കുന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. അനാമി പറഞ്ഞു, കൊള്ളാം, ഇതിനേക്കാളും ഭേദം നമ്മെ നമ്മൾ പോയാൽ മതിയായിരുന്നു. അന്നെങ്കിൽ അവളുടെ കർണം പൊത്തി 2 കൊടുക്കായിരുന്നു. പെട്ടെന്ന് വേണു ചോദിച്ചു, എന്നിട്ട് എന്താ നീ മുമ്പ് കൊടുക്കായിരുന്നേ? അത് പിന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള അടിയായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് തടുക്കാൻ പറ്റായിരുന്നേ. പക്ഷെ ഇത്തവണ അങ്ങനെയല്ലായിരുന്നു, ഞാൻ കൊടുത്തേനും. രേവതി പറഞ്ഞു, ശരിയാ, ഞാനും കുടിച്ചെന്ന് അവളുടെ കർണം പൊത്ത് നാളെ കൂടെ കൊടുക്കാരെന്ന് പറയാം. വേണു പറഞ്ഞു, വെറുതെ എന്തിനാ അവളെ പോയി തല്ലും മേടിച്ചോണ്ട് വരുന്നേ? അതിന്റെ കാര്യം ഉണ്ടോന്ന് ചോദിക്കാം. അവളുടെ കൈ ഇരുമ്പുരുക്ക് പോലുള്ള കൈയാണ്. അതും കൊണ്ടെങ്ങാനും ഒരു തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ രേവതി, പിന്നെ നീ 10 ദിവസത്തേക്ക് എഴുന്നേക്കത്തില്ലെന്ന് പറയാം. അത് ശരി തന്നെയാ. വേണുവിന് പറയാൻ പറ്റുമോ അവളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പേടിച്ചു പോയെന്നുള്ള കാര്യം? ഇതിനേക്കാൾ വലിയൊരു നാണക്കേട് വേറെ ഉണ്ടാവാനുണ്ടോ? ഒരു പെണ്ണിന്റെ മുമ്പിന്റെ നാണം കിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു നാണക്കേട് വേറെ ഇല്ല. പിന്നീട് വേണു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവൾക്കിട്ടുള്ള കൊട്ടേഷൻ നമുക്ക് കൊടുക്കാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനാമി പറഞ്ഞു, എന്ത് കൊട്ടേഷൻ? അതിനുള്ള ആൾക്കാരെ നമുക്ക് സെറ്റ് ചെയ്യാന്ന് പറയാം. പിന്നെ സെറ്റ് ചെയ്യും, നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യും. അച്ഛൻ ഇതിനു മുമ്പ് ഇതൊക്കെ തന്നെയാ പറഞ്ഞേ. എന്നിട്ട് എന്തായ കാര്യങ്ങള്? വല്ലതും നടന്നോ? ഒന്നും നടന്നില്ലോ, വെറുതെ ഓരോന്നൊക്കെ. ഞാനൊന്നും പറയണില്ല എന്ന് പറയാണ്. എന്നിട്ടോ ഇതിനു മുമ്പ് പ്രാവശ്യം അവളെ തല്ലാനായിട്ട് ഗുണ്ടകളെ വിട്ടിട്ട് ഗുണ്ടകൾ ബാലും ചുരുട്ടി ഓടിയില്ലേ? എന്നിട്ട് ഇനിയിപ്പം അവന്മാരെ തന്നെ ഏർപ്പാടാക്കാനാണോ? അതൊന്നുമല്ല, നമുക്ക് വേറെ ആൾക്കാരെ റെഡിയാക്കാം. അവളെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, ശരിയാ വേണുവേട്ടാ, വെറുതെ വിടല്, ഒന്നിനെ വെറുതെ വിടല്. നന്ദുവിന് പറയുന്ന പോലെ വേണം ആദ്യം അടിച്ചിരുത്താനെന്ന് പറയാണ്. ഈ സമയം നന്ദുവിന്റെ അടുത്തേക്ക് ഗോവിന്ദനും കനകയും കൂടെ ചെല്ലുവാണ്. അപ്പൊ നന്ദു അവിടെ പുസ്തകം വായിച്ചോണ്ടിരിക്കുകയാണ്. ഗോവിന്ദനും കനകയും കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നന്ദുവിന് തോന്നി എന്തോ പറയാനുണ്ടെന്ന്. പിന്നീട് ഗോവിന്ദൻ പറഞ്ഞു, മോളെ, ഞാൻ ഒരു കാര്യം പറയുന്നോണ്ട് നിനക്ക് ദേഷ്യമൊന്നും തോന്നില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, എന്താ അച്ഛൻ അങ്ങനെ പറയണേ? അച്ഛനൊരു മുഖവരയുടെ ആവശ്യമുണ്ട് എന്റെ അടുത്ത് സംസാരിക്കാനായിട്ട്. അതല്ല മോളെ, ഇനി ആ അനി ഇവിടെ വരുന്നത് ശരിയല്ല. ഇന്ന് തന്നെ കണ്ടില്ലേ ആ വേണു വന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. അവർക്ക് അവരുടെ മോളുടെ ഭാവിയാണ് വലുത്. അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ന്യായമായിട്ടുള്ള കാര്യമാണ്. ഇത് കേട്ടതും കനക പറഞ്ഞു, ന്യായമായിട്ടുള്ള കാര്യമൊന്നുമല്ല, നമ്മൾ പറഞ്ഞ കാര്യമല്ലേ. ദേ അനിമോനും നന്ദൂട്ടനും തമ്മിൽ ഒരു ബന്ധമില്ലെന്നുള്ള കാര്യം. പിന്നീട് എന്താ അവർക്കത് മനസ്സിലാകത്തെന്ന് ചോദിക്കാം. പെട്ടെന്ന് തന്നെ ഗോവിന്ദൻ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ അവർക്കതും കൂടെ ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് ആ അനി ഇനി ഇവിടെ വരുന്നത് ശരിയല്ലെന്ന്. നന്ദു പറഞ്ഞു, എന്താച്ചാ അങ്ങനെ പറഞ്ഞു? എനിക്കെന്തോ അവന്റെ മുഖം കണ്ടു കഴിയുമ്പത്തേനും അവന്റെ മനസ്സ് വേറെ എന്തൊക്കെയോ ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഇപ്പോഴും നന്ദുവിനെ ആ പഴയ പോലെ തന്നെ അവന് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു പറയണം. നന്ദു പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല അച്ഛാ, അനിയുടെ കല്യാണം കഴിഞ്ഞല്ലേ, പോരാത്തനവൻ മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുമല്ലേ. അതൊക്കെ ശരി തന്നെയാ, സമ്മതിച്ചു. പക്ഷെ എന്തോ അവന്റെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയാം. അതുകൊണ്ട് നന്ദു, നീ കുറച്ചുകൂടെ നോക്കിയും കണ്ട് നിൽക്കണം. ഇനി ഒരു കാരണവശാലും അവനുമായിട്ട് കൂടിക്കാഴ്ചക്ക് ഇടവരുത്തല്. അവൻ ഈ വീട്ടിലേക്ക് വരാൻ നോക്കണം എന്ന് പറയാം. പെട്ടെന്ന് നന്ദു പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല അച്ഛാ വരുന്നേ, അറിയാലോ അവന് സ്വയം മനസ്സാല വരുന്നല്ലേ, ചേച്ചിനെ കാണാൻ വരുന്നല്ലേ. ചേച്ചിനെ കാണാൻ വന്നു കഴിയുമ്പോഴത്തേക്കും വരണ്ടെന്ന് ഞാൻ എങ്ങനെ അച്ഛാ പറയണേ? അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ തന്നെ പറ. ഇപ്പൊ ചേച്ചി ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവനൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. നയനേച്ചിനെ അവൻ അത്രമാത്രം ഇഷ്ടം, അതുകൊണ്ട് അവൻ കയറി വരുന്നേ. അതിന് നമുക്കിപ്പോ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ഗോവിന്ദൻ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷേങ്കില് അങ്ങനെ വരുന്നത് ശരിയാണ് മോളെ, നീ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയാണ്. ഇനിയിപ്പോ അനന്തപുരിയിലുള്ള മൂർത്തി സാറൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ തെറ്റും ചെയ്തിട്ടില്ലോ എന്ന് പറയണം. ആ സമയത്താണ് നയനയും കൂടെ വരുന്നത്. നയന വന്നിട്ട് പറഞ്ഞു, നന്ദു, അച്ഛൻ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ്. ആദർശേട്ടന് അനിയുടെ ജീവിതം പറഞ്ഞ ഏറ്റവും വലുതാ. അത്രമാത്രം ആദർശേട്ടൻ അനിയെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അനിയുടെ ജീവിതം താർന്നു പോകുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ആദർശേട്ടന് സഹിക്കാൻ പറ്റില്ല. കാര്യമൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അനിയനല്ലേ. അബിയേക്കാളും കൂടുതൽ ഇഷ്ടം അനിയോടാ. അബിയാണെങ്കിൽ കുറച്ച് കള്ളത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അനിയുടെ കാര്യം അങ്ങനെയല്ലെന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, എനിക്കറിയാം ചേച്ചി, പക്ഷെ ഞാൻ എന്തേലും പറഞ്ഞിട്ടാണോ?
ഇനിയിപ്പം അതേക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇനിയിപ്പം അവനെ കാണുവാണെങ്കിൽ തന്നെ മൈൻഡ് ചെയ്യാതിരുന്നാ മതി എന്നൊക്കെ പറയണം. കനകയുടെയും ഗോവിന്ദന്റെ മനസ്സിൽ അതല്ല. കാരണം ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രയൊക്കെ എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാലും അവസാനം അനിയും നന്ദു ഒന്നാവുന്നുള്ള ആ ഒരു ചിന്ത കനകയുടെ മനസ്സിൽ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഒരു പക്ഷെ ഇനി ഇവർ തമ്മിൽ അടുക്കാനായിട്ട് അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ഒന്നാവും. അതോടുകൂടി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല. രണ്ടു മരുമക്കൾ ഓൾറെഡി അവിടെ ഉണ്ട്. ഇനി മൂന്നാമതൊരാളും കൂടെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്ന അറിയത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പം വല്ലാത്ത പ്രശ്നങ്ങളായിരിക്കുക. ഇനിയിപ്പൊ കരള് ഭാഗത്ത് നൽകിയത് നയന എന്നുള്ള കാര്യം ഇതിലായിട്ടും അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അത് അറിഞ്ഞു കഴിയുമ്പോൾ ദേവേനയുടെ പ്രതികരണം എങ്ങനെയാന്ന് പോലും അറിയത്തില്ല. അതൊക്കെ ഓർത്തിട്ട് കനകയ്ക്കും ഗോവിന്ദനും ആണെങ്കിലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ആദർശും ജയനും അവരെല്ലാരും കൂടെ മലയ്ക്ക് പോകുന്നുണ്ട്. പക്ഷെ ആ കൂടെ അബിയില്ല. അതിനർത്ഥം അബിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. കാരണം അബി മൊത്തം ഊടായ്പായിരുന്നല്ലോ കാണിച്ചോണ്ടിരുന്നേ. മലയ്ക്ക് പോകാൻ മാല ഇട്ടതിന് ശേഷം അവൻ മൊത്തം കള്ളത്തരങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നേ. അവൻ നോയമ്പ് നോക്കും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വേണ്ടാത്ത ജോലികളെല്ലാം അവൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ നോയമ്പൊന്നും നോക്കാത്തോണ്ടായിരിക്കും അവൻ എന്താളും മലയ്ക്ക് പോകാൻ പറ്റിയില്ല. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, വെറുതെ എന്തിനാ അവൻ നോയമ്പെടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നോയമ്പെടുക്കുവാന്ന് പറഞ്ഞുകൊണ്ട് അവൻ കള്ളത്തരം ചെയ്യുവാനും തോന്നേ. 41 ദിവസം വ്രതമെടുത്ത് നല്ല രീതിയിൽ തന്നെ നോയമ്പെടുത്ത് മലയ്ക്ക് പോകാനായിട്ട് എല്ലാവരും തീരുമാനിച്ചിരുന്നേ. പക്ഷേങ്കില് അബിക്ക് അതൊന്നും പറ്റുന്ന കാര്യമായിരുന്നില്ല. അവനെ കൊണ്ട് നോയമ്പെടുപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു മുത്തശ്ശിയോട് പറയുന്നുണ്ട്. ഇത് കേട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, അവന്റെ സ്വഭാവം പണ്ടേ അറിയാവുന്നതല്ലേ. അതുകൊണ്ട് നമ്മൾ ഇതിന് ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. അവൻ മലയ്ക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവനെ ഏതെങ്കിലും എതിർത്താൽ മതിയായിരുന്നു പറയണം. മുത്തശ്ശൻ പറഞ്ഞു, ഇതിനു മുൻപ് അനുഭവം ഉണ്ടല്ലോ. അവന് ശബരിമലയിൽ പോയിട്ട് അവന് കയറാൻ പറ്റുമോ? 18 പടി ചവിട്ടി അവന് കയറാൻ പറ്റിയല്ലോ. കാരണം അവന് അന്നും അതെ ഇന്നും അതെ നോയമ്പെടുക്കുവാന്ന് പറഞ്ഞ് ഓരോ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും. അത് അവന് പറ്റിയെന്ന് പറയണം. ഒരു കാര്യം ഉറപ്പായി, അബിക്ക് എന്തായാലും മല ചവിട്ടാൻ പോകാൻ പറ്റിയിട്ടില്ല. അതിനു മുമ്പ് അബിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നാളത്തെ ഫുൾ വിശേഷം വരുമ്പോ അറിയാം അബിക്ക് എന്താ സംഭവിച്ചെന്നുള്ളത്. ആദർശും ജയനും അജയനും അനിയൊക്കെയാണ് മലയ്ക്ക് പോണേ. അവര് എരുമേലി വരെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് നടന്നു പോവുക ചെയ്യുന്നേ. ഈ സമയമെല്ലാം നയനെ പ്രാർത്ഥിക്കുകയാണ്, എന്റെ അയ്യപ്പസ്വാമി ഒരാപത്തും കൂടാതെ ആദർശേട്ടനെയൊക്കെ അങ്ങോട്ട് എത്തിച്ചേക്കണേ. ആദർശന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം നടക്കണേ. ആദർശന്റെ മനസ്സിലെ ഏക ആഗ്രഹം ദേവേനെയും നയനും ഒന്നിക്കണം എന്നുള്ള. മല ചവിട്ടി തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേനും അവര് തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറണം. അത് മാത്രം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു ആദർശം മലയ്ക്ക് പോകാൻ മാല ഇട്ടത് തന്നെ. പിന്നീട് നയനയുടെ അടുത്തേക്ക് കനക വരുവാണ്. കനക വന്നിട്ടുണ്ടെങ്കിൽ മോളെന്താ, മോളുടെ മുഖം എന്താ വല്ലായിരിക്കണേ നിൽക്കും. ഒന്നുമില്ലാന്ന് പറയണേ. എനിക്കറിയാം മോളുടെ മനസ്സിൽ എന്താന്ന്. ഒരു പക്ഷെ ആദർശമോൻ മലയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പം എല്ലാം ശരിയാവും ഓർത്തല്ലേ മോൾ ഇരിക്കണേന്ന് ചോദിക്കാം. അത് ശരിയാ, അങ്ങനെ എന്റെ മനസ്സിലൊരു വിചാരം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടോണ്ട് വന്ന് അന്ത് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനിയിപ്പോ ആദർശേട്ടൻ മലയ്ക്ക് പോയിട്ട് വന്നിട്ട് നയനടുത്ത് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാനായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത്. അതെന്തായാലും ഞാൻ സമ്മതിക്കത്തില്ല. അവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഒതുങ്ങാതെ ഒരിക്കലും ഞാൻ നയനേച്ചി അങ്ങോട്ട് പറഞ്ഞു വിടത്തില്ലെന്ന് പറയാം. ഇത് കേട്ടതും ഗോവിന്ദ പറഞ്ഞു, നമുക്ക് അങ്ങനെ എത്ര നാൾ ഇവിടെ പിടിച്ചു വെക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. അത് പിന്നെ അധികം നാളൊന്നും പിടിച്ചു വെക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേങ്കില് അങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഓർത്തു നോക്കിയേ, അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്തായി തീരും അവസ്ഥയെന്ന്. ഒരു പക്ഷേങ്കിൽ അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. നയനേച്ചിയുടെ അവസ്ഥയെക്കുറിച്ച് അറിയത്തില്ല. അപ്പൊ അവിടെ ചെന്ന് ചേച്ചിയുടെ സ്വഭാവം അനുസരിച്ച് ചേച്ചി അടങ്ങിയിരിക്കത്തില്ല. ഇനി എന്തേലും കൂടെ ആയിപ്പോയിട്ടുണ്ടെങ്കിലോ. കനക പറഞ്ഞ അതൊക്കെ ആദർശമാ നോയിക്കോളൂ എന്ന് പറയണം. അന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടമ്മേ, നയനേച്ചിക്ക് എന്തേലും സംഭവിച്ചാൽ നമുക്കോ പോകത്തുള്ളൂ. ഈ പറയുന്ന അവിടെ ആർക്കും ഒന്നും പോകാനൊന്നും പോകുന്നില്ല. അപ്പൊ നയനേച്ചിയുടെ ആരോഗ്യം നോക്കേണ്ട നമ്മുടെ കടമയല്ലേ. ഞാൻ എന്തായാലും സമ്മതിക്കത്തില്ല അങ്ങോട്ട് വിടാനായിട്ട്. ഇനിയിപ്പൊ ആദർശമായിട്ട് വന്ന് ചോദിച്ചാലും ഞാൻ പറഞ്ഞോളാം, അച്ഛനും അമ്മയെ സമ്മതിക്കരുത്. ഒരുപക്ഷെ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങി തീർന്നതിന് ശേഷം ഈ പറയുന്ന ആദർശന്റെ അമ്മ നയനേച്ചിയെ മരുമകളായി അംഗീകരിച്ചതിന് ശേഷം മാത്രം അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി. അല്ലെങ്കിൽ അവിടേക്ക് ഒരിക്കലും പറഞ്ഞു വിടണ്ടെന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദൻ പറഞ്ഞു, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് നയനമോളുടെ കാര്യം ഓർത്തിട്ട്. നയന പറഞ്ഞു, അങ്ങനെ എന്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്നേ. അവിടെ ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിയും നവ്യേച്ചി എല്ലാരും ഉണ്ടല്ലോ. അവരെല്ലാം എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടല്ലോ. പിന്നെന്തിനാന്ന് ചോദിക്കാം. മുമ്പായിരുന്ന കുഴപ്പമില്ലായിരുന്നു ചേച്ചി. ഇപ്പൊ അറിയാലോ അനാമിക അവൾ എന്തൊക്കെ വേലത്തരങ്ങൾ കാണിക്കുമെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ടാ പറഞ്ഞേ, വെറുതെ എന്തിനാ ഇനി നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ. അതിന്റെ കാര്യമില്ലാന്ന് പറയാണ്. ആ സമയം വേണു ഇങ്ങനെ ആലോചിക്കുക, അവൾക്ക് എന്തായിരിക്കും അസുഖം. രേവതിയോട് പറഞ്ഞു, അവൾക്ക് എന്തോ ഒരു വൈയായികയുണ്ട് ആ നയനയ്ക്ക്. അതെന്താന്ന് മാത്രം അറിയത്തില്ല. അതുകൊണ്ടാണ് ആ നന്ദു എന്ന് പറയുന്നവള് നമ്മുടെ മോളെ അടിച്ചതെന്ന് പറയണം. പക്ഷെ എന്തായിരിക്കും വയ്യായിക, എന്തോ തലകറക്കമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ബ്ലഡ് കുറവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് നേരത്തെ മരുന്ന് മേടിക്കാൻ പോയത്. ഇനിയിപ്പം വല്ല പ്രഗ്നന്റ് വല്ല മറ്റോ ആണോ, അവൾ വല്ല ഗർഭിണിയാണെന്ന് പറയാൻ പറ്റില്ലോ എന്ന് പറയണം. ഇത് കേട്ടാൻ രേവതി പറഞ്ഞു, അങ്ങനെ എന്തേലും ആണെ തീർന്നു വേണു കേട്ടാ നമ്മള്. അവള് ഗർഭിണിയും കൂടെ ആണെങ്കിൽ ഇനിയിപ്പൊ അവൾക്കായിരിക്കും അവളെ അവകാശം കൂടുതൽ. ആരും ഇത് അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മോളെ എപ്പൊ പുറത്തായെന്ന് ചോദിച്ചാൽ മതി. ഇപ്പൊ തന്നെ നയനെന്ന് പറഞ്ഞ അവര് പാടി പുകഴ്ത്തിക്കൊണ്ട് നടക്കുക. ഒരു പക്ഷെ ഇനി അതുകൊണ്ടാണോ ഈ കണ്ട സ്വർണ്ണമല്ല അവൾക്ക് കൊണ്ടേ കൊടുത്ത്, അതും പറയാൻ പറ്റില്ല എന്നൊക്കെ രേവതി കരുതുവാണ്. ആ സമയത്ത്
നാനാമിക വന്നിട്ട് പറഞ്ഞു, ഏയ് അങ്ങനെയാവാൻ വല്ല ചാൻസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ വല്യമ്മ അറിയേണ്ടതല്ലായിരുന്നോ? വല്യമ്മ അറിഞ്ഞിട്ടില്ലോ എന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പൊ നിന്റെ വല്യമ്മയോട് മറച്ചു വെച്ചിരിക്കുന്നതാണോ അവര് ഈ രഹസ്യങ്ങളൊക്കെ? ആദർശല്ലേ ആള്, മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം പറയാൻ വെച്ചിരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ലോ എന്ന് പറയാണ്. അനാമിക്കോളം ചെരുപ്പം അങ്ങനെ ആവാൻ വഴിയുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല. എന്തോ ഒരു കാര്യമുണ്ട്, എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയാണ്. അങ്ങനെ അവര് ചില പ്ലാനുകളും തന്ത്രങ്ങളും ഒക്കെ നടത്തുവാണ്. പിന്നീട് ജാനകി വിഷമിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജലജ എല്ലുവാണ്. ജലജ എന്നിട്ട് പറഞ്ഞു, ദേ അനാമിക മോളെ ഇങ്ങോട്ട് വിളിക്കണ്ടേന്ന് ചോദിക്കുക. ജാനകി പറഞ്ഞു, ഇനി ഞാൻ വിളിക്കാനോ? ഞാൻ ഇനി വിളിക്കത്തില്ല, നാണം കെട്ട്. ഇനി വേണമെങ്കിൽ അവൻ പോയി കൂട്ടിക്കൊണ്ട് വരട്ടെ. അനി കൂട്ടിക്കൊണ്ട് വരുമെന്ന് ഓർത്താണ് ജാനകി ഇനി ഇരിക്കണേന്ന് ചോദിക്കുകയാണ്. അവൻ മലയ്ക്ക് പോയിട്ട് വരട്ടെ, ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയണം. ജലജ പറഞ്ഞു, എന്ത് തീരുമാനങ്ങള്? ഇനിയിപ്പൊ മലയ്ക്ക് പോയിട്ട് വന്നാലും ഈ പറയുന്ന അനി മിക്കവാറും അതെ അവളുടെ പുറകെ പോകത്തുള്ളൂ. ആ നന്ദുവിന്റെ പുറകെ. ആഹാ, അങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇനി വീട്ടിൽ നടക്കാനായിട്ട് പോകുന്നുള്ളൂ. അവനിങ്ങോട്ട് വന്നാട്ടെ, അവൻ എന്റെ മോനാണ്. അവന്റെ കാര്യത്തിൽ ഞാൻ ആ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോകുന്നു പറയാം. പെട്ടെന്ന് ജലജ പറഞ്ഞു, ജാനകി ഇതൊക്കെ പറയും, ഇപ്പൊ കണ്ടോണം. അനി വന്നു കഴിയുമ്പത്തേനും അച്ഛനും അമ്മയും എന്തൊക്കെയാ പറയാൻ പോണേന്നുള്ള കാര്യം. അനാമികനെ വിളിക്കാൻ പോകാനായിട്ട് ഉറപ്പായിട്ട് അനി കൂട്ടാക്കത്തില്ല. അച്ഛനും അമ്മയും പറയും അവളവിടെ നിൽക്കട്ടെ എന്നേ പറയത്തുള്ളൂ. അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ നന്ദു ഇങ്ങോട്ട് കയറി വരും. അത് ഒരു കാരണവശാലും നടക്കരുത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അനാമിക മോളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണമെന്ന് പറയാം. ഇത് കേട്ടൻ ജാനകി പറഞ്ഞു, ഞാൻ ഇനി പോയാൽ അവള് വരുമെന്ന് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും കാരണം പറഞ്ഞ് വിളിച്ചോണ്ട് വരണം. എങ്കിൽ മാത്രം ഇനിയിപ്പം എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ മിക്കവാറും ആ മൊട്ടേച്ചി ഇങ്ങോട്ട് കയറി വരും. അതോടുകൂടി അനിയുടെ ജീവിതം തകരുമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകിക്ക് എന്ത് ചെയ്യണം തരത്തില്ല. അങ്ങനെ എരിപരി ഏറ്റി കൊടുക്കുകയാണ് ജാനകിയുടെ മനസ്സിലേക്ക്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.